TV, a unique experience for the whole world. ക്രൂശിലായെനിക്കായി മരിച്ചവനേ, ക്രൂശിനെ എനിക്കായി ജയിച്ചവനേ, കാരിരും വാണിയാൽ മുറിഞ്ഞവനേ, ചാട്ടവാറിനടിയാൽ തളർന്നവനേ, യേശുവേ നീ എത്ര സഹിച്ചു, എൻ പാപങ്ങൾക്കായി നീ ക്രൂശിൽ മരിച്ചു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, 40-ാം വെള്ളി ഈ വർഷം 2026 മാർച്ച് 27-ാം തീയതി ആചരിക്കുകയാണല്ലോ. 40-ാം വെള്ളി എന്ന് പറയുമ്പോൾ പഴയ നിയമത്തിൽ നിന്ന് മോശ 40 രാവും 40 രാത്രിയും, പുറപ്പാടിന്റെ പുസ്തകം 24-ാം അധ്യായം 18-ാമത്തെ വചനം, ദൈവത്തോട് കൂടെ ആയിരുന്നു കൊണ്ട് അനുസ്മരിച്ച ഒരു ദിവസം. അതുപോലെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോശ ഇസ്രായേൽ മക്കളെ വിടുതൽ കൊടുത്ത് മരുഭൂമിയിൽ കൂടിയൊക്കെ നയിച്ച, ചെങ്കടലിൽ കൂടിയൊക്കെ നയിച്ച കാലഘട്ടം 40 സംവത്സരങ്ങള്. ഇങ്ങനെ ബൈബിൾ പ്രകാരം 40 എന്നുള്ളത് വലിയ ആദരണീയമായ ഒരു സംഖ്യയാണ്. പൗരസ്ത്യ പാശ്ചാത്യ സഭകളിലെ 40 ദിവസത്തെ ഉപവാസം മോശയുടെയും ഈശോയുടെയും ഉപവാസത്തെ അനുസ്മരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായത്തിലെ 2-ാമത്തെ തിരുവചനം, ഈശോ 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചതിന് ശേഷമാണ് ആത്മാവ് മരുഭൂമിയിലേക്ക് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ കൊണ്ടുപോയതെന്ന്. അവന് വിശന്നപ്പോൾ. ഈ നോയമ്പാചരണം സ്നേഹത്തിന്റെയും പരിത്യാഗത്തിന്റെയും സഹനത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും ഒരു നല്ലൊരു സന്ദേശം വിശ്വാസികളുടെ ഇടയിലേക്ക് ഈ നോയമ്പാചരണം പാപത്തിന്റെ കൊഴിഞ്ഞ ചേറ്റിൽ നിന്നും നമ്മളെ രക്ഷിക്കുവാനായിട്ട് സഭയിൽ കൂടി ദൈവം തമ്പുരാൻ ഒരുക്കിയിരിക്കുന്ന ഈ നോയമ്പാചരണം ഈശോയുടെ പീഡാസഹനത്തെ കുറിച്ച് മാത്രമല്ല, നമ്മുടെ ജീവിതം ഈശോയുടെ ആ പീഡാസഹനത്തിനോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയ ഒരു വലിയ സന്ദേശം ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, നോയമ്പ് ആചരിക്കുമ്പോൾ നോയമ്പ് കാലത്ത് ഉപവസിക്കണമെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഈ ലോക മോഹങ്ങളിൽ നിന്ന് മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടുന്ന ഒരു പുതിയ വ്യക്തിയായിട്ട് രൂപാന്തരപ്പെടുവാൻ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തില് 2-ാമത്തെ തിരുവചനം പറയുന്നു, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, മറിച്ച് മനസ്സിന്റെ ചൈതന്യത്തിൽ നവീകരിക്കപ്പെടുന്ന ഒരു പുതിയ വ്യക്തിയാകണം. അപ്പം നല്ലതെന്തെന്നും ചീത്ത എന്തെന്നും തിരിച്ചറിയാനുള്ള ആ വിവേകം നമുക്ക് ലഭിക്കുമെന്ന്. നോയമ്പ് ആചരിക്കുമ്പോൾ പാപത്തിൽ നിന്ന് മോചനം നേടി നമ്മുടെ ഒരു തിരിച്ചുവരവ് നമുക്കറിയാം. ഈ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുമ്പോൾ, അല്ലെ വിശുദ്ധ വാരം എന്ന് പറയുമ്പോൾ തന്നെ ആണ്ടുകുമ്പസാരവും ഒക്കെ ഒരുക്കിയിരിക്കുന്നത് ആണ്ടിലൊരിക്കലെങ്കിലും ജനങ്ങള് തന്റെ പാപത്തോട് വിട പറഞ്ഞ് യേശുവിലേക്ക് തിരിയുവാനായിട്ട് സഭയിൽ കൂടി നമ്മളെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ വിശുദ്ധ വാരം കൂടെ ചേർത്ത് വരുമ്പോഴാണല്ലോ 50 നോയമ്പ് ആചരിക്കുന്നത്. 40 ദിവസം ആകുമ്പോഴാണ് വെള്ളിയാഴ്ച ദിവസം കടന്നു വരുന്നത്. അതിന് 40-ാം വെള്ളി എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുമ്പോൾ ലാസറിന്റെ ഉയർപ്പിനെ കുറിച്ച് കൂടെ അനുസ്മരിപ്പിക്കുകയാണ്. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം വ്യക്തമായിട്ട് 11-ാം അധ്യായം ലാസറിന്റെ മരണവും ലാസറിന്റെ ഉയർപ്പിനെയും കുറിച്ച് അവിടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഈ നോയമ്പ് അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്യാതെ അതിനെ അനുഗമിക്കുന്നവരായി, ജീവിതത്തിൽ അത് പ്രാപ്തിയമാക്കുന്നവരായി, ഈശോയെ ഒരു പിന്തുടര അവകാശിയായി മാറുവാൻ നമുക്ക് സാധിക്കണം. സഹനങ്ങളും കഷ്ടപ്പാടുകളും വേദനകളും വരുമ്പോൾ അത് നമ്മുടെ നാശത്തിനല്ല, നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. സഹനങ്ങളിൽ കൂടിയാണല്ലോ വിശദീകരണം നേടുന്നത്. 40-ാം വെള്ളി ആചരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കറിയാം, മംഗളവാർത്ത കാലം, ഈശോയുടെ ജന്മത്തിരുന്നാള്, അതിനുശേഷം ധനകാകാലം, ധനകാ തിരുനാളൊക്കെ അനുസ്മരിപ്പിക്കുന്നത്. നമ്മളും മാമോദീസ സ്വീകരിച്ചുകൊണ്ട്
ക്രിസ്തുവിനെ അനുഗമിക്കുന്ന മക്കളായി തീരുവാനായിട്ട് മത്തായിയുടെ സുവിശേഷത്തില് 16:24 മുതൽ ഉള്ള തിരുവചനം പറയുന്നു, അനുദിനമുണ്ടാകുന്ന തന്റെ കുരിശും എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുകയാണ്. ആ കുരിശെടുക്കാത്തവൻ എനിക്ക് യോഗ്യനല്ല എന്ന്. എന്താണ് അനുദിനമുണ്ടാകുന്ന കുരിശ്? സഹനങ്ങളും കഷ്ടപ്പാടുകളും ഒറ്റപ്പെടലുകളും കടന്നു വരുമ്പോൾ നിശ്ചയമായിട്ടും അത് നമ്മുടെ ജീവിതത്തെ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോവുകയാണ്. യെശയ്യാ 48:10-11 തിരുവചനം പറയുന്നു, ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, എന്നാൽ വെള്ളി പോലെയല്ല, സഹനത്തിന്റെ തീച്ചുളയിൽ ഞാൻ നിന്നെ ശുദ്ധീകരിച്ചു, അത് എനിക്ക് വേണം നിന്നെ. പ്രിയ സഹോദരങ്ങളെ, ഈ നോയമ്പുകാലം നമ്മളൊരു ആഘോഷമായിട്ടല്ല മാറ്റേണ്ടത്. നമ്മുടെ ജീവിതത്തെ ക്രിസ്തുവിന്റെ സഹനങ്ങളോട് ചേർത്ത് പിടിച്ചുകൊണ്ട് പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും വിശുദ്ധി നേടി സ്നേഹത്തിന്റെയും പരിത്യാഗത്തിന്റെയും ആ പരിമള സൗരഭ്യം മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാൻ കടപ്പെട്ടവരാണല്ലോ ഓരോ ക്രൈസ്തവനും. പ്രിയമുള്ളവരെ, പഴയകാല കാലഘട്ടങ്ങളില് പാശ്ചാത്യ സഭകള്, പൗരസ്ത്യ സഭകളൊക്കെ ഇത് ആചരിക്കുന്ന ചരിത്രത്തിൽ തന്നെ ഉണ്ടല്ലോ. ആയതിനാൽ നമുക്കും ഈശോയെ പിന്തുടരാം, ഈ ലോകമോഹങ്ങളില് കുടുങ്ങാതെ. നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടം വിശ്വാസത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമൊക്കെ വ്യതിചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമായതിനാൽ ഈ നോയമ്പുകാലം നമ്മളെ 2 കരങ്ങൾ നീട്ടി വിളിക്കുകയാണ്. സഭയിൽ കൂടി കടന്നു വാ, നീ പാപിയായിരുന്നാലും രോഗിയായിരുന്നാലും എനിക്ക് നിന്നെ വേണമെന്ന് ഈശോ പറയുകയാണ്. ഈ കാലഘട്ടങ്ങളിലാണല്ലോ വിശുദ്ധ വാരത്തിലേക്ക് നമുക്കറിയാം കഴുതയും കഴുതക്കുട്ടിയും കെട്ടിയിരിക്കുന്നത് കാണാം. നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമം എന്ന് പറയുമ്പോൾ തന്നെ ഈശോ ദൈവരാജ്യത്തിൽ നിന്നുകൊണ്ട് ആഹ്വാനം ചെയ്യുകയാണ്. എതിരെയുള്ള ഗ്രാമം പാപരാജ്യമാണ്. പാപത്തിന്റെ കെട്ടിൽ കിടക്കുന്ന മക്കളെ അഴിച്ചുകൊണ്ടുവരുവാൻ ഓരോ ക്രൈസ്തവനും കടപ്പെട്ടിരിക്കുന്നു. ആയതിനാൽ എന്നെ ശ്രവിക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ ഈ വിശുദ്ധ വാരങ്ങള് അല്ലെങ്കിൽ നോയമ്പ് ആചരണങ്ങള്, നോയമ്പ് കാലഘട്ടങ്ങള്, പാതി നോയമ്പ് നമ്മൾ ആചരിക്കാറുണ്ട്. മാർച്ച് 11-ാം തീയതി പാതി നോയമ്പ് ആചരണം നമ്മളെ അനുസ്മരിക്കുകയുണ്ടായി. ഇതിന്റെയൊക്കെ അർത്ഥങ്ങൾ മനസ്സിലാക്കി ഇതിനെ പിന്തുടരുവാൻ തലമുറകളെ യേശുനാഥൻ 2 കരങ്ങൾ നീട്ടി വിളിക്കുകയാണ്. ആയതിനാൽ 40-ാം വെള്ളി മോശയുടെയും ഈശോയുടെയും ഉപവാസത്തെ സൂചിപ്പിക്കുന്നെങ്കിൽ വേറെ ഒന്നുകൂടി നമുക്കറിയാം, ലാസറിനെ ഉയർപ്പിച്ചു. ഇനി വരുന്ന 2 ദിവസം നമ്മൾ സന്തോഷത്തിന്റെ സുദിനങ്ങളാണെന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നു, വചനത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നു. ഈശോ എപ്പോഴും മാർത്ത മറിയം ലാസറിന്റെ വീട്ടിൽ പോവുകയുണ്ടായിരുന്നു. എന്നാൽ ലാസർ മരിച്ച് കഴിഞ്ഞതിന് ശേഷം ലാസറിനെ ഉയർപ്പിച്ചിട്ട് ഭവനത്തിൽ ചെല്ലുമ്പോൾ ഈശോയെ അവർ സ്വീകരിച്ച് സൽക്കരിക്കുന്ന ഒരു സമയം കൊഴുക്കെട്ട് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. സന്തോഷത്തിന്റെയാണ്. ഓശാനയും അതുപോലെ ആർത്ത് വിളിച്ചുകൊണ്ട് ഓശാന പാടി ഈശോയെ അനുഗമിക്കുകയാണ്. കാര്യം ഈശോയ്ക്കറിയാം, പാപത്തിന് വേണ്ടി തന്നെ സമർപ്പിക്കുന്ന ഒരു വിടാസകനത്തിലേക്ക് പോകുകയാണ്, കുരിശുമരണത്തിലേക്ക്. പ്രവാചകന്മാരാരും ജെറുസലേമിന്റെ വെളിയിൽ മരിക്കാൻ സാധ്യതയില്ല. ആയതിനാൽ ജെറുസലേമിലേക്ക് തന്നെ യാത്ര തുടരുന്ന ഒരു യാത്രയാണല്ലോ ഓശാന. പ്രിയമുള്ളവരെ, നമുക്കറിയാൻ സാധിക്കുന്നുണ്ട് ഈശോയുടെ പ്രാർത്ഥന, ഗെത്സമനേയും പ്രാർത്ഥന വിയർപ്പ് തുള്ളികളുടെ രക്തത്തുള്ളികളായി മാറിയത്. ഈയൊക്കെ ഓർമ്മ ആചരിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് തീക്ഷ്ണതയുണ്ടാകണം, നമ്മുടെ വിശ്വാസത്തിന് തീക്ഷ്ണതയുണ്ടാകണം. നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ പകർന്നു കൊടുക്കുവാനും ആ മാതൃക അനുസരിച്ച് ജീവിക്കുമ്പോൾ അനേകായിരങ്ങളെ ക്രിസ്തു വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനും സാധിക്കുമെന്നുള്ള ഒരു വലിയ സന്ദേശം ഈ വെള്ളിയാഴ്ച ദിവസം പലയിടങ്ങളിലും നമുക്കറിയാം. പുരുഷന്റെ വഴികള് ഈ നോയമ്പ് കാലത്ത് നമ്മൾ അനുസ്മരിക്കാറുണ്ട്. അത് ഒരു ആചാരമായിട്ട് മാറാതെ ഒരു അനുഭവവേദ്യമാക്കി തീർക്കുവാൻ ഈ സന്ദേശം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ സന്ദേശം നിങ്ങൾക്കായിട്ട് പങ്കുവയ്ക്കുന്നു.
ദൈവത്തിന് നന്ദി. Mars Riva TV, a unique experience for the whole world.